അങ്ങനെ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പോവുകയാണ്. ഈ വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ 7-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ്ങിന് വേണ്ടി ഗോവയിലേക്ക് ചേക്കേറുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ടീം അംഗങ്ങളും സ്റ്റാഫുകളും ഈ ഒരു ട്രെയിനിങ് സെക്ഷനിലേക്ക് ഉണ്ടാകുമെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇൻക്ലൂഡിങ് ഫോറിൻ പ്ലേയേഴ്സ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ ലൂണ, നോഹ സദോയ്, അതുപോലെ തന്നെ ഡുസാൻ ലെഗാട്ടർ എന്നീ 3 വിദേശ താരങ്ങളും ബാക്കിയുള്ള ഇന്ത്യൻ സ്ക്വാഡും പിന്നീട് ക്ലബിൻ്റെ കോച്ചസ്, സ്റ്റാഫുകൾ, മറ്റുള്ള എല്ലാവരും തന്നെ ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ട് ഗോവയിലേക്ക് ചേക്കേറുമെന്ന തരത്തിലാണ് നിലവിൽ വാർത്തകൾ വരുന്നത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കർ, അതായത് ഒരു ഫോറിൻ സ്ട്രൈക്കർ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഇറങ്ങുന്നത്. സോ അതിനാൽ തന്നെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിന് അല്ലെങ്കിൽ ഇന്ത്യൻ മുന്നേറ്റ നിര താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതെന്ന് കൂടി എടുത്ത് പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ താരങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു മികച്ച മത്സര അല്ലെങ്കിൽ ഒരു പ്ലേയിങ് ടൈം തന്നെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളാണ് സൂപ്പർ കപ്പിലൂടെ നിലവിൽ ഒരുങ്ങുന്നത്. ഡുറൻ കപ്പ് കളിക്കാതിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നിലവിൽ സൂപ്പർ കപ്പിന് വേണ്ടി ഒരുങ്ങുന്നത്. ഈ ഒരു സൂപ്പർ കപ്പോട് കൂടി തന്നെ ഈ വരുവാനായിട്ട് പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ്, അതായത് ഇന്ത്യയിലെ ഫുട്ബോൾ സീസൺ ആരംഭിക്കുകയാണ്. സാധാരണയായിട്ട് ISL തുടങ്ങി ഡുറൻ കപ്പ് അല്ലെങ്കിൽ സൂപ്പർ കപ്പോടുകൂടി അവസാനിപ്പിക്കുന്ന ടൂർണമെൻറ്റാണ് ഈ കുറി സൂപ്പർ കപ്പോടുകൂടി ആരംഭിച്ച് ISLൻ്റെ കാര്യത്തിലുള്ള കൺഫർമേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടൈം എടുക്കുന്നതിനാലാണ് ഈ തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് നിലവിൽ പോകുന്നത്. ഇക്കുറി ഒക്ടോബർ 25-നാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഉൾപ്പെടെയുള്ള ടീമുകൾ ഈ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സ്ചേഴ്സും മറ്റു തരത്തിലുള്ള ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. മറ്റുള്ള ക്ലബ്ബുകളെ കുറിച്ചും നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ക്വാഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പെർഫെക്റ്റ് ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട്. കാരണം 3 വിദേശ താരങ്ങളുടെ അവൈലബിലിറ്റി മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ 3 വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ലെവലിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ് ഏറ്റവും അധികം കൂടുതലായിട്ട് ഉള്ളത്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പ്രകടനം തങ്ങളുടെ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളാണ് ഇതിലൂടെ തുറന്നെടുക്കുവാനായിട്ട് പോകുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടി കളിക്കുവാനായിട്ട് ഒരുങ്ങിയ സാഹചര്യത്തിൽ ISLൻ്റെ കാര്യത്തിലുള്ള ഒരു വ്യക്തത എന്ന് ലഭിക്കുമെന്നൊരു തരത്തിലാണ് നിലവിൽ ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം ISL ഡിസംബറിലെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ആരംഭിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുണ്ടായെന്നാണ് AIFFൻ്റെ, അതായത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ഈ ഒരു കാര്യമായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ISLുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളോ ചർച്ചകളോ ഒന്നും നടക്കുന്നില്ല. ഒക്ടോബർ 15-ാം തീയതിക്കുള്ളിൽ ഒരു പുതിയ ടെൻഡർ വിളിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് നേരത്തെ വന്നിട്ടുണ്ടായെന്നാണ്. അതുമായി ബന്ധപ്പെട്ടും നിലവിലെ വാർത്തകളോ സോഴ്സുകളോ ഒന്നും തന്നെ പുറത്തേക്ക് വരുന്നില്ല. സോ ISLൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു ചെറിയ തരത്തിലാണെങ്കിൽ പോലും അൺസർട്ടനിറ്റി ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ISL എന്നാരംഭിക്കുമെന്നൊരു വ്യക്തതയോ ISLൻ്റെ കാര്യത്തിലുള്ള ഫിക്ചേഴ്സോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ ക്ലബ്ബുകൾ നിലവിൽ സൂപ്പർ കപ്പിന് വേണ്ടി ഒരുങ്ങുവാൻ അല്ലെങ്കിൽ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. സോ അതുകൊണ്ട് തന്നെ അത് തീർച്ചും എന്താ പറയുക, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഒരു എന്താ പറയുക, ഒരു സൂപ്പർ കപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിൽ നിന്നൊക്കെ മാറി നിന്ന് ISLൻ്റെ കാര്യത്തിലൊരു പെർമനൻറ്റ് ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമേ മറ്റുള്ള ടൂർണമെൻറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ കളിക്കുകയുള്ളൂ എന്ന തരത്തിൽ നിന്നും ക്ലബ്ബുകൾ ഒന്ന് നയപ്പെട്ട് വന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലൊരു ക്ലബ്ബിന്, ട്രോഫി ഇല്ലാത്ത ക്ലബ്ബിന് മാക്സിമം ടൂർണമെൻറ്റ് കളിച്ച് തങ്ങളുടെ ആദ്യ കിരീടം നേടിയെടുക്കുക തന്നെയാണ് ലക്ഷ്യം, അല്ലെങ്കിൽ അത് തന്നെയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം മാറി നിന്ന് കഴിഞ്ഞാൽ അത് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കും ബാധിക്കുക. പോരാത്തതിന് ഈ ഒരു സൂപ്പർ കപ്പ് വിജയിക്കുന്ന ക്ലബ്ബിന് AFC സെക്കൻഡ് ടയറിലേക്ക് ഒരു സ്പോട്ടും കൂടി ലഭിക്കുന്നുണ്ട്. സോ അതിനാൽ തന്നെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും ആ ഒരു സ്പോട്ട് നേടിയെടുക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്.